بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين إمام المتقين شفيع المذنبين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا نور الله أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شد ذي شد يا رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله مولانا العلي العظيم قرأنا في الضحى ولسوف ترضى وسر قلوبنا ذاك العطاء وحاشا يا رسول الله ترضى ومنا من يعذب أو يساء وعلى أمة سيدنا مولانا محمد اللهم صل وسلم وبارك عليه അഭിവന്ദരായ സയ്യിദ് അവറുകളെ, ബഹുമാനപ്പെട്ട മുത്തുത്തങ്ങൾ, മറ്റു സാദാത്യങ്ങൾ, ബഹുമാനമുള്ള പണ്ഡിത മഹത്തുക്കളെ, ഉമറാക്കളെ, യുവസുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, റഹ്മാനുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഈ ഇഷ്ഖിന്റെ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും പടച്ച റബ്ബ് ഹാസിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ നാം ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ഏൽപ്പിക്കാത്ത നമ്മുടെ കാര്യങ്ങളുമുണ്ട്. എല്ലാം അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തതുപോലെ നമുക്കും ഈ മജ്ലിസ് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. മുത്ത് റസൂലുള്ളാഹിനെ നിലവിലും കനവിലും ഒക്കെ ദർശിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്, ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളുടെയും സൃഷ്ടിപ്പിന് ഹേതുവായ, നിതാന്തമായി നിത്യമായി പെയ്തിറങ്ങുന്ന പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെ അടിസ്ഥാന കാരണമായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലൂടെയാണ്, ആ പവിത്രമായ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു സദസ്സിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ്.
കാരണം ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്, പ്രധാനപ്പെട്ടവരാണ്. ആ നിലക്ക് ലോകം മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച സത്യമായ ദർശനങ്ങൾ, കൃത്യമായ ജീവിത വ്യവസ്ഥിതികൾ, അത് ചെറിയ വേദികൾ മുതൽ അക്കാദമിക് തലങ്ങൾ വരെ, കുടിൽ മുതൽ കൊട്ടാരം വരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ വിശ്വാസികൾ എന്നല്ല സകലമാന മനുഷ്യരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച സാമ്പത്തിക കാഴ്ചപ്പാടുകൾ, കാർഷിക നിയമങ്ങൾ, രാഷ്ട്ര നിയമങ്ങൾ, ഭരണക്രമങ്ങൾ, സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ, ലഹരി വിരുദ്ധ നിയമങ്ങൾ ഉൾപ്പെടെ എല്ലാം കൃത്യമായി ലോകം മനസ്സിലാക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ലോകത്ത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ പള്ളികളിലും വീടുകളിലും മഹാസദസ്സുകളിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ പാടപ്പെടുന്നു. അവിടുത്തെ പ്രകീർത്തനങ്ങൾ ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും ഉയർന്നു കേൾക്കുന്നു. അത്തരം സദസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്നതോടൊപ്പം അവിടുത്തെ അപദാനങ്ങൾ ഉയർന്നു കേൾക്കുന്നതോടൊപ്പം കോടിക്കണക്കിന് സ്വലാത്തുകൾ പരിശുദ്ധമായ ഹുജറത്തു ശരീഫയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി മദ്ഹ് പറഞ്ഞ് വിശ്വാസികൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഹബീബിനോട് അവിടുത്തെ മുൻനിർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോടും ആവലാതിയും വേവലാതിയും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹു നമ്മളെയും ആ നിലക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ എന്നൊരിക്കൽ കൂടെ ദുആ ചെയ്യുകയാണ്. ഇത് ചുരുങ്ങി വരികയല്ല. ഓരോ വർഷം കഴിയും തോറും, ദിവസം കഴിയും തോറും ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഓർമ്മകളും സ്മരണകളും ലോകത്തുയർന്നു വരികയാണ്. വ്യത്യസ്തമായ തലങ്ങളിലേക്ക് അത് വ്യാപിക്കുകയാണ്. എന്തേ അതിന് കാരണം? വറഫഅനാ ലക ദിക്റക യാ റസൂലല്ലാഹ്, വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ ദിക്റിനെ, സ്മരണയെ നാം ഉയർത്തി വച്ചിരിക്കുന്നു. ആരൊക്കെ അടക്കി നിർത്താൻ ശ്രമിച്ചാലും അരുതെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ഹബീബ് പറയപ്പെട്ടുകൊണ്ടേയിരിക്കും, ഹബീബിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ആ നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നമ്മൾ മദ്ഹ് ചെയ്യും, അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുമ്പോൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന മജ്ലിസുകളിൽ പങ്കെടുക്കുമ്പോൾ, നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വീടുകളെ ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് കൊണ്ട് മനോഹരമാക്കിയെടുക്കുമ്പോ പ്രധാനമായും രണ്ട് ഗുണങ്ങൾ നമുക്ക് ലഭ്യമാകുകയാണ്. അതിലൊന്നെന്താണെന്നല്ലേ? അത് മഹബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ സ്നേഹമാണ്, നമ്മുടെ നേതാവിന്റെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി മദ്ഹിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ആ സ്നേഹം നമുക്ക് ലഭ്യമായാൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയെ പടച്ച റബ്ബിലേക്ക് ഒരു മനുഷ്യന് എത്തിപ്പെടാൻ കഴിയൂ. അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്കുള്ള സാമീപ്യത്തിലേക്കുള്ള കൃത്യമായ ബാബും വഹീദാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഏകവാതിലാണ്. റിസാലത്തിനെ മാറ്റിവെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അതിൽ വിജയിക്കാനും ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഒന്നാമതായി നമുക്ക് ലഭിക്കുന്നത് ആദരവായ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണ്. സലാത്ത് ചൊല്ലുന്നവരെ അവിടുത്തേക്ക് ഇഷ്ടമാണ്, അവിടുത്തെ മദ്ഹ് പറയുന്നവർ അവിടുത്തേക്ക് ഇഷ്ടമാണ്.
അതിന്റെ വ്യക്തമായ തെളിവല്ലേ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്താണ് പ്രിയപ്പെട്ടവരെ അവരുടെ പ്രത്യേകത? അവര് പ്രത്യേകമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് പാട്ട് പാടുന്ന ആളായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വളരെ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ട് കവിത രചിച്ച് ആലപിക്കുന്ന ആളായിരുന്നു. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ 2 മിമ്പറുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ആദരവായ റസൂലുള്ളാഹി ഖുതുബക്ക് വേണ്ടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി കയറുന്ന മിമ്പറാണ്. രണ്ടാമത്തെ മിമ്പർ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനുള്ള മിമ്പറാണ്. അദ്ദേഹം അതിലേക്ക് കയറും. റസൂലുള്ളാഹി ഇരിക്കുന്ന സദസ്സിൽ, സഹാബത്തിരിക്കുന്ന സദസ്സിൽ അവിടുത്തെ പുകഴ്ത്തി അങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കും. ഒരു ദിവസം മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ശംസിനെ വെല്ലുന്ന, ഖമറിനെ വെല്ലുന്ന ആ വദനാംബുജം ദർശിച്ചുകൊണ്ട് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടി, വഅജ്മലു മിൻക വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. ഹബീബായ തങ്ങളെ, അങ്ങയോളം ഭംഗിയുള്ള ഒരു വസ്തുവിനെയും, ഒരു മനുഷ്യനെയും, ഒരു പടപ്പിനെയും ഇന്നേ വരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേയില്ല. അങ്ങയോളം ഭംഗിയുള്ള ഒരാളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നേ വരെ പടച്ചിട്ടില്ല. നബി തങ്ങളെ അങ്ങോട്ട് മദ്ഹ് ചെയ്ത് പാടിയപ്പോ അത് റസൂലുള്ളാഹിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അവിടുന്ന് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്. പടച്ചവനെ, ഹസ്സാൻ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തേണമേ റഹ്മാനേ. പ്രിയപ്പെട്ടവരെ, കൃത്യമായ ദലീലാണ് വിശ്വാസികൾക്കിത്. അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്തപ്പോ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്റെ വിജയത്തിന്റെ മാർഗമായി മദ്ഹുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ മദ്ഹ് കണ്ടുവെങ്കിൽ നമുക്കും അത് കാണാൻ കഴിയണം. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം കവിയാണ്, കവിത രചിക്കുന്നയാളാണ്. അലക്സാണ്ട്രിയയിലെ ഇസ്കന്ദരിയയിലെ മഹാപണ്ഡിതനാണ് അദ്ദേഹം. ആ മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകമായ പർണശാലയുണ്ട്. ഒരു മലഞ്ചെരുവിൽ പ്രത്യേകമായ ഒരു കുടിലുണ്ട്. ആ കുടിലിൽ പ്രത്യേകമായ ഒരു റൂമുണ്ട്. ആ റൂമിൽ അല്പം പേപ്പറുകളും മഷിക്കുപ്പിയും പേനയുമുണ്ട്. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ആ റൂമിലേക്ക് പ്രവേശിക്കാറുള്ളത്, അവിടെ നിന്ന് പേപ്പർ എടുക്കാറുള്ളത് ഹബീബായ തങ്ങളെ മദ്ഹ് എഴുതാനാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് അവിടുത്തെ പുകഴ്ത്തി എഴുതാൻ വേണ്ടിയാണ്, അത് പാടാൻ വേണ്ടിയാണ്. മഹാനായ ഇമാം ബുസൂരി തങ്ങൾക്കൊരു പനി വന്നാൽ, ഇമാം ബുസൂരി തങ്ങൾക്കൊരു തലവേദന വന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു നേരെ ആ റൂമിലേക്ക് പ്രവേശിക്കും. ആ റൂമിലേക്ക് പ്രവേശിച്ചിട്ട് അതിൽ നിന്നൊരു കടലാസ് കഷ്ണമെടുക്കുന്നു, തന്റെ പേനയും എടുക്കുന്നു. എന്നിട്ട് ആ മഷിക്കുപ്പിയിൽ മുക്കിയിട്ട് എഴുതുകയാണ്. തന്റെ വിഷമം എന്താണെങ്കിലും അത് മാറിക്കിട്ടുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. ആ നിലക്കൊരു ദിവസം അദ്ദേഹത്തിന് പക്ഷാഘാതം, സ്ട്രോക്ക് വന്നു പോയി, ശരീരം തളർന്നു പോയി. അവിടെ നിന്നൊരു നേർച്ച, അല്ലാഹുവേ, ഈ അസുഖം എനിക്ക് ഭേദമായി കിട്ടിയാൽ എന്റെ ഹബീബിനെ കുറിച്ച് ഞാൻ ഒരു മദ്ഹ് എഴുതും. കൃത്യമായ അവിടുത്തെ അപദാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു മദ്ഹിന്റെ ഗീതം എഴുതും, കാവ്യം എഴുതും. അവിടെ നിന്ന് നേർച്ചയാക്കി ആ പ്രവർത്തനങ്ങളുമായി അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോ ഒരു ദിവസം അതാ വരുന്നു ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുസൂരി തങ്ങൾ അടുക്കൽ സ്വപ്നത്തിൽ വരികയാണ്. ഈ ലോകത്താരെ നമ്മൾ സ്വപ്നം കണ്ടാലും
അവരുടെ ഒക്കെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയും പ്രിയപ്പെട്ടവരെ. പക്ഷെ ആദരവായ റസൂലുള്ളാന്റെ രൂപം സ്വീകരിക്കാൻ അവിടുത്തെ സൂറത്തിന്റെ ഖുസൂസിയത്ത് കൊണ്ട്, പ്രത്യേകത കൊണ്ട് പിശാചിനൊരിക്കലും സാധ്യമല്ല. ആ നിലയ്ക്ക് ഈ കൂട്ടത്തിൽ നമ്മൾ ആരെങ്കിലും റസൂലുള്ളാനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങൾ തന്നെയാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ബുസൂരി തങ്ങൾ അടുക്കൽ വരികയാണ്. എന്നിട്ട് ഇമാം ബുസൂരി തങ്ങളെ ശരീരം അങ്ങോട്ട് തടവുകയാണ്. നേരം വെളുത്തെണീറ്റ് നോക്കുമ്പോ തന്റെ വിഷമം നീങ്ങിയിട്ടുണ്ട്. തന്റെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ ബുർദുദ എന്ന ലോക പ്രശസ്തമായ ആ കാവ്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഈ സംഭവം പറയുകയാണ്. ومنذ ألزمت أفكاري مداحيه وجدته خلاصي خير ملتزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ, മദീനയുടെ രാജകുമാരനായ തങ്ങളെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മദ്ഹ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അവിടുത്തെ ഒന്ന് എഴുതാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതെന്റെ രോഗശിഫയുടെ, എന്റെ ശരീരത്തിന്റെ വേവതുകളുടെ വേവലാദികളുടെ വേദനയുടെ പരിഹാരക്രിയയായി എന്ന് മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ബുർദയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദിവസങ്ങൾ പിന്നിട്ടു. ആ കാലത്തറിയപ്പെടുന്ന ഒരു മഹാനായ ഇമാം ബുസൂരി തങ്ങളെ അടുക്കൽ വരികയാണ്. എന്നിട്ട് ഇമാം ബുസൂരി തങ്ങളോട് പറഞ്ഞു, ഓ ഇമാം ബുസൂരി തങ്ങളെ, നിങ്ങളാ രചിച്ച ബുർദ എന്റെ കയ്യിലേക്കൊന്നു തരുമോ? എനിക്കതൊന്ന് നൽകുമോ? മഹാനായ ഇമാം ബുസൂരി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, എന്റെ കയ്യിൽ റസൂലുള്ളാന്റെ മദ്ഹ് എഴുതിയതുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ അതാരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പ സമയത്ത് അദ്ദേഹം പറയാണ്, റസൂലുള്ളാന്റെ ഹദ്റത്തിൽ സമിഅതുഹാ തൻഷുദു ബൈന യദൈഹി വഹുവ യതമായലു കൽ ഖളീബ്. നിങ്ങൾ റസൂലുള്ളാന്റെ ഹദ്റത്തിൽ ഇരുന്നിട്ട് ബുർദ ചൊല്ലുന്ന സമയത്ത് മനോഹരമായ മന്ദമാരുതൻ അടിച്ചു വീശുമ്പോ മരച്ചില്ലകൾ സൗന്ദര്യത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് പോലെ ഹബീബായ തങ്ങള് അങ്ങയുടെ ബുർദയുടെ ആലാപനം ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ ബഹുമാന്യനായ മഹാൻ ഇമാം ബുസൂരി തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അൽ ഉംദാ ഫീ ശറഹിൽ ബുർദ എന്ന തന്റെ പ്രശസ്തമായ ബുർദയുടെ ശറഹിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാനെ മദ്ഹ് പറയുക, റസൂലുള്ളാനെ പാടുക, പുകഴ്ത്തുക, വായിക്കുക, എഴുതുക, ഇത് മുഴുവനും അവിടുത്തെ സ്നേഹം നമുക്ക് കിട്ടാൻ കാരണമാണ്. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തമായ തന്റെ ബുർദ അല്ലെങ്കിൽ ബുർദ എന്നും വിളിക്കപ്പെടുന്ന ആ മഹാകാവ്യം അവസാനിപ്പിക്കുന്നത് അല്ലാഹുവേ ബിൽ മുസ്തഫ, ലോകത്തിന്റെ നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആയ ഹബീബായ തങ്ങള്, ആ തങ്ങളെ കൊണ്ട് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു തരണം. വഗ്ഫിർ ലനാ മാ മളാ, ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. യാ വാസിഅൽ കറമി, ബഹുമാന്യരിൽ ഏറ്റവും കറമും ഏറ്റവും കറമ വിശാലമായ, ധർമ്മം വിശാലമായ അല്ലാഹുവേ, മുസ്തഫായ നബിയെ കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണം, ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണമെന്ന്
പറഞ്ഞുകൊണ്ടാണ് ഇമാം ബുസൂരി തങ്ങള് അത് അവസാനിപ്പിക്കുന്നത്. ഖദംതു ബി മദീഹിൻ നസ്തഖീലു ബിഹി ദുനൂബ ഉംദിൻ മളാ ഫിശ്ശഇരി വൽ ഖദമി. ഞാൻ എന്റെ ഹബീബിന്റെ മദ്ഹിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അതുകൊണ്ട് എന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയാണ്. വലഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുകയല്ല. റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ ഹയ്യം വ മയ്യിത, റസൂലുള്ള ഭൂമിക്ക് മീതെയാവട്ടെ ഭൂമിക്ക് താഴെയാവട്ടെ, അവിടുത്തെ ഖബർ ശരീഫിനടുത്താവട്ടെ, അവിടുത്തെ പറയുന്ന മജ്ലിസിലാവട്ടെ, നമ്മളെ വേവലാദികളും നമ്മുടെ ദോഷങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് റസൂലുള്ളാഹിനെ മുൻനിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ നമ്മളെ പാപം അത് പുറത്തു തരും. വല്ലാഹ് ഇത് പടച്ച റബ്ബിന്റെ ദീന് പഠിപ്പിച്ച കൃത്യമായ പാഠമാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് രണ്ട് കാര്യങ്ങൾ നമുക്ക് തരും. ഒന്ന് നമ്മുടെ ദോഷം പൊറുക്കും, ഒന്ന് നമ്മൾക്ക് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം തരും. രണ്ടാമത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. കഅബ് ഇബ്നു സുഹൈർ റസൂലുള്ളാഹിനെ ഏറ്റവും വെറുപ്പിച്ച കവിയാണ്. കഅബിനെ കണ്ടാൽ നിങ്ങൾ കഅബിനെ കൊന്നു കളഞ്ഞോളൂ എന്ന് വിഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആളാണ്. കഅബ് ഇബ്നു സുഹൈർ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പ്രച്ഛന്ന വേഷം മാറിയിട്ട് മുഖം മറച്ചു വന്നിട്ട് കഅബ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങേ ജീവിതത്തിൽ ഏറ്റവും അധികം വേദനിപ്പിച്ച, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ, ഒരു മഹല്ലിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അറിയുന്നതിന് മുമ്പ് ലോകം അറിയുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ സംവിധാനത്തിന്റെ മറ്റൊരു സംവിധാനമായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ കവിതകൾ, 6-ാം നൂറ്റാണ്ടിലെ സാഹിത്യരചനകൾ. അതിനന്ന് ജീവിതത്തിന്റെ അർത്ഥം അവർക്കറിയില്ലെങ്കിലും യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരങ്ങളിൽ കക്കപെറുക്കി നടന്നിട്ട് കള്ളും പെണ്ണും വട്ടിപ്പലിശയും പാരസ്പര്യ ബോധമില്ലായ്മയും ഇതൊക്കെയാണ് ജീവിതമെന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നതെങ്കിലും അറബി സാഹിത്യത്തിന്റെ അപ്പോസ്തലന്മാരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഉന്നതരായ കവിമാരുടെ നിർദ്ദേശങ്ങൾ, കവിതയിലൂടെയുള്ള പാഠങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഅബ് ഇബ്നു സുഹൈർ അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന കവിയാണ്. പരിശുദ്ധ ദീനിനെയും റസൂലുള്ളാഹിനെയും വല്ലാതെ അത് പ്രയാസപ്പെടുത്തി. ആ കഅബാണ് വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് കൊന്നു കളയാൻ ഉത്തരവിട്ട കഅബിന് മാപ്പുണ്ടോ? തീർച്ചയായും മാപ്പുണ്ട്. എങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക മുഹമ്മദർ റസൂലുള്ളാഹ്. കഅബ് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തു. ഉടനെ തന്നെ കഅബ് പറയാ, പ്രിയപ്പെട്ടവരെ, ഇന്നർ റസൂല ലസൈഫു യുസ്തദാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മൂർച്ചയേറിയ ഖഡ്ഗം, അത് ഏതു വസ്തുവിനെയും മുറിച്ച് കഷ്ണിച്ച് ശരിപ്പെടുത്തുന്നത് പോലെ ശിർക്കിന്റെയും കുഫറിന്റെയും വിവരമില്ലായ്മയുടെയും ജഹാലത്തിന്റെയും എല്ലാ ഉള്ളരുതായ്മകളെയും അറുത്തുമാറ്റി മനുഷ്യനെ മാനവികതയിലേക്കും ജീവിത ലക്ഷ്യത്തിലേക്കും ജീവിത വിജയത്തിലേക്കും കൈപിടിച്ചുയർത്തുന്ന ഇന്ത്യയിൽ ഊട്ടപ്പെട്ട വാളാണ്, ഖഡ്ഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ തെറിപ്പാട്ട് പാടിയവനാണ്. പക്ഷെ രണ്ടുപേരും അത് അങ്ങോട്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് എന്താ ചെയ്തത്? കഅബിനെ കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ തോളിൽ കിടക്കുന്ന ഷാള് നമ്മുടെ പൊന്നുമോനെ ഹാഫിളിന് അല്ലാഹു ഖറബിയായ ആലിമീങ്ങളിൽ അദ്ദേഹത്തെയും നമ്മുടെ മറ്റു മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇത് അംഗീകാരമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നൽകിയത്. ഈ അംഗീകാരം നൽകുന്നത്, നമ്മളെ പഠിപ്പിച്ചത് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കഅബിന് ഷാള് പുതച്ചു കൊടുക്കുകയാണ്, സമ്മാനം കൊടുക്കുകയാണ്. എന്റെ ഹബീബിങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കാൻ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആര് വേണ്ടെന്ന് പറഞ്ഞാലും, ആർക്ക് ദലീലുകളില്ലെങ്കിലും അവർക്കൊക്കെ ദലീല് ലഭിക്കും. നാളെ ഖബറിൽ അവർ വരുമ്പോ മയ്യിത്താകുന്ന സമയത്ത് അത് നമ്മുടെ വിഷയമേ അല്ല. നമുക്ക് ദലീലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട് എന്നത് വസ്തുതയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വിശുദ്ധ ഖുർആനും ഹദീസും അവിടുത്തെ സഹാബത്തിന്റെ ജീവിതവും
ഞാൻ നിസ്കരിച്ചതുപോലെ എന്റെ നിസ്കാരം കണ്ടതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കണ്ടത് സഹാബത്താണ്. ആ സഹാബത്ത് റളിയല്ലാഹു അൻഹും മുസ്തഫായ റസൂലുള്ളാഹിക്ക് നൽകിയ സമർപ്പണം അത് വാക്കുകൊണ്ടും സ്വന്തം ജീവൻ കൊണ്ടും ശരീരത്തിന്റെ ഭാഗങ്ങളെ കൊണ്ടും പ്രിയപ്പെട്ടവരെ അത് നമുക്ക് ദലീലാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ സ്ഥാനമില്ല. നമ്മുടെ മനസ്സ് കൂരിരുട്ടായത് കൊണ്ട് മദീനയുടെ പച്ചക്കുബ്ബ കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഹബീബായ തങ്ങള് നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടാവാം, ഇപ്പുറത്തും വന്നിട്ടുണ്ടാവാം, പക്ഷെ നമ്മളെ തേടി വന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തേ കാരണം? റസൂലുള്ളാഹിക്ക് വരണമെന്ന ആഗ്രഹമുണ്ട്, നമുക്കതിനുള്ള താല്പര്യമില്ല. ഓരോ ദിവസവും പരിശുദ്ധ മദീനയിലേക്ക് വിരുന്നു പോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ നിലക്ക് നമ്മൾ അങ്ങോട്ട് വിരുന്ന് ചെന്നാൽ ഇന്നി നസീലുക വന്നസീലു ലദൈക യാ ഖൈറൽ അനാമി ബികുല്ലി ഖൈരി യഅ്തദി. ഹബീബായ തങ്ങളാകുന്ന ആതിഥേയന്റെ വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ രാവിലെ നമ്മൾ തിരിച്ചു വരുമ്പോ കൈ നിറയെ സമ്മാനങ്ങൾ തന്നിട്ടല്ലാതെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ തിരിച്ചയക്കില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മദീനയുടെ വിരുന്നുകാരനാവാൻ, മദീനയെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കാൻ, മദീനക്ക് വേണ്ടി ഹൃദയം തെളിയിച്ചെടുക്കാൻ, ഈ ലോകം കണ്ട ഏറ്റവും സുന്ദരമായ മുഖം കാണാൻ, മലീഹുൽ കൗനായ പ്രപഞ്ചത്തിന്റെ മൊഞ്ചായ ഞാൻ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും നോക്കി മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കും നോക്കിയപ്പോ എന്റെ ഹബീബിന്റെ മുഖത്തിനായിരുന്നു ഏറ്റവും ഭംഗിയുണ്ടായിരുന്നതെന്ന് പഠിപ്പിച്ച സഹാബത്തിന്റെ ചരിത്രം അറിഞ്ഞ മനസ്സിലാക്കിയ നമ്മളെ, എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ശ്രമിക്കുക, പിന്നെയും ശ്രമിക്കുക. ഇലാ ഹദ്റത്തി നബിയിൽ മുസ്തഫ, ഹബീബായ തങ്ങളുടെ സവിധത്തിൽ നമുക്കൊരു ഇരിപ്പിടമുണ്ടാവാൻ, അവിടെ ഒരു സ്വീകാര്യത ഉണ്ടാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റബീഉൽ അവ്വലിനെ മനസ്സ് നന്നാക്കിയെടുക്കാൻ, അവിടുത്തെ മാലിന്യങ്ങൾ നീക്കാൻ, അഫൂം ബഅദ അഫ്വ്, എന്താണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ, അതൊക്കെ ഒഴിവാക്കിയിട്ട് മുസ്തഫായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. ആരോടും എന്തിനോടും എത്ര ക്രൂരത കാണിച്ചവരോടും വിട്ടുവീഴ്ച ചെയ്യാൻ. കാരണം അത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സതിനെ പുഴിപ്പിക്കും, മനസ്സ് മോശമായി പോകും, അവിടേക്ക് പിന്നെ റസൂലുള്ളാഹിക്ക് വരാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ദോഷപ്പെട്ട സ്വഭാവങ്ങളെ മുഴുവനും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ അതുണ്ടോ ഇല്ലേ എന്ന് നമുക്കേ അറിയൂ. എന്താണ് കുഴപ്പമെന്ന് നമുക്കേ അറിയൂ. അത് നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ട് ഹൃദയം കഴുകിയെടുത്തിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരു സിംഹാസനമായി നമ്മൾ പരിവർത്തനപ്പെടുത്തണം. എന്തിനാണെന്നറിയോ? മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകത്തിന്റെ രാജാവിന് ഇരിപ്പിടമൊരുക്കാൻ നമ്മുടെ ഖൽബിനെ നമ്മൾ സിംഹാസനമാക്കി മാറ്റണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.